ദൈവനാമത്തിന് മഹത്വം. വചനപ്രഭാതത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ള സ്നേഹിതർക്ക് വന്ദനം. പൗർവിഷൻ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. 119 സങ്കീർത്തനം 117 വാക്യം ഈ പ്രഭാതത്തിൽ നമുക്ക് വായിക്കാം. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. അത് മറ്റൊരു തർജ്ജിമയിൽ നിന്ന് വായിച്ചാൽ എന്നെ താങ്ങി നിർത്തണമേ, അങ്ങനെ ഞാൻ വിടുവിക്കപ്പെടും. അവിടുത്തെ ഉത്തരവുകൾക്ക് ഞാൻ അതീവ പരിഗണന നൽകും. എന്നെ താങ്ങി നിർത്തണമേ, അവിടുത്തെ ഉത്തരവുകൾക്ക് ഞാൻ അതീവ പരിഗണന നൽകും. ഇന്നത്തെ പ്രഭാതത്തിൽ ഈ ഒരു കൊച്ചു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി? മുഖ്യ പരിഗണന. പരിഗണനയുണ്ട്, മുഖ്യ പരിഗണനയുണ്ട്, പരിഗണിക്കാത്തതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, പരിഗണിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ മുഖ്യ പരിഗണന കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ വേദഭാഗം പറയുന്നു, അവിടുത്തെ ഉത്തരവുകൾക്ക് ഞാൻ അതീവ പരിഗണന നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായത്തിന്റെ 23 മുതൽ 33 വരെ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെയുള്ള ആകുലതകളിൽ നിങ്ങൾ അടിമപ്പെടരുത്. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ പിതാവുമായവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുകയും കരുതുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും. മുഖ്യ പരിഗണന ദൈവരാജ്യത്തിനും ദൈവപ്രമാണത്തിനും മുഖ്യ പരിഗണന കൊടുത്താൽ നമ്മുടെ കാര്യങ്ങളെ ദൈവം നടത്തിത്തരും എന്നാണ് ഈ വായിച്ചത്. ഈ കാര്യത്തിൽ നിങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പലർക്കും ദൈവം ഒരു ഹോസ്പിറ്റൽ പോലെയാണ്, ഡോക്ടറെ പോലെയാണ്, ഒരു പോലീസ് സ്റ്റേഷൻ പോലെയാണ്, ഒരു വക്കീൽ ഓഫീസ് പോലെയാണ്. ആരും പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും വിളിക്കാറില്ല, പോകാറില്ല. ആരും ഹോസ്പിറ്റലിൽ എപ്പോഴും പോകാറില്ല, വിളിക്കാറില്ല. വക്കീലിനെ എപ്പോഴും കാണാറില്ല. പിന്നെ എപ്പോഴാണ്? ഒരു ആവശ്യം വരുമ്പോൾ, ഒരു രോഗത്തിൻ്റെ സാധ്യത തോന്നുമ്പോഴോ അപകടം ഉണ്ടാകുമ്പോഴോ നാം ഹോസ്പിറ്റലിനെ അന്വേഷിക്കും. ഒരു കേസ് ഉണ്ടാകുമ്പോൾ നാം വക്കീലിനെ അന്വേഷിക്കും. മറ്റൊരു വിഷയം ഉണ്ടാകുമ്പോൾ നാം പോലീസ് സ്റ്റേഷനെ അന്വേഷിക്കും. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴുമേ ഉള്ളൂ. പോലീസ് കേസ് വളരെ കുറച്ചേ ഉള്ളൂ. ആശുപത്രി കേസും കുറച്ചേ ഉള്ളൂ. ചിലർക്ക് ദൈവവിശ്വാസം
ഫയർ സ്റ്റേഷൻ പോലെയാണ്. ഫയർ സ്റ്റേഷനിൽ ഞാൻ ഇന്നും വരെ വിളിച്ചിട്ടില്ല, നമ്മിൽ പലരും വിളിച്ചിട്ടില്ല, വിളിക്കാനിട വരാതിരിക്കട്ടെ. വല്ലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്ത സമയത്താണ് ഫയർ സ്റ്റേഷനിൽ വിളിക്കുന്നത്. അങ്ങനെയാണോ നമ്മുടെ ദൈവവിശ്വാസം? സുനാമി വരുമ്പോഴും മലയിടിച്ചിലും വെള്ളപ്പൊക്കവും വരുമ്പോഴും മാത്രം വിളിക്കാനുള്ളതാണോ ദൈവം? അല്ല. ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ മുഖ്യ പരിഗണനയാണ്, പ്രാർത്ഥന എൻ്റെ മുഖ്യ പരിഗണനയാണ്, എന്നെ താങ്ങി നിർത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.